എല്ലാവർക്കും ഷെഫ് ടോമിൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചിക്കൻ ടിക്ക മസാലയാണ്. കാശ്മീരി ചില്ലി പൗഡർ 1 ടേബിൾ സ്പൂണോളം, 1/4 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടേബിൾ സ്പൂണോളം ഉപ്പ്, ഒരു മുട്ടയുടെ വെള്ളം അല്പം നമ്മൾ ചേർക്കുന്നുണ്ട്. ആ ചിക്കൻ കുറച്ച് കോട്ട് ചെയ്ത് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് അത് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അല്പം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ അല്പം കോൺഫ്ലവർ. ഇതും ചിക്കൻ്റെ മസാല വിട്ട് പോകാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ്. അല്പം കുരുമുളക് പൊടി, 1/4 ടേബിൾ സ്പൂണോളം ജീരകത്തിൻ്റെ പൊടി, 1/4 ടേബിൾ സ്പൂണോളം ഗരം മസാല. ഇതിനാണ് നമ്മൾ ചേർക്കുന്ന മിക്സ്. 1 ടേബിൾ സ്പൂണോളം തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് അല്പം വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത്രയാണ് നമ്മൾ ചേർത്തിരിക്കുന്ന മസാല. അത് നല്ല മിക്സ് ചെയ്തിട്ട് നമ്മൾ വാഷ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും ക്യൂബായിട്ട് കട്ടി വെച്ചിട്ടുള്ള ക്യാപ്സിയും കൂടി നമ്മൾ ഇതിലിട്ട് നല്ല രീതിയിൽ മാരിനേറ്റ് ചെയ്യണം. ഇത്രയും മസാലകൾ ചേർത്ത് നമ്മൾ നല്ല രീതിയിൽ മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ്. അതിലേക്ക് അല്പം കൂടി വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുത്ത് നമ്മളൊരു 4 മണിക്കൂറോളം മാറ്റി വയ്ക്കുകയാണ്. അതിനുശേഷം നമ്മളതെടുത്ത് പാനിലിട്ട് ജസ്റ്റ് ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കുകയാണ്. ഇത് ശരിക്ക് തവയിലൊക്കെയാണ് നമുക്കൊരു കമ്പിയിൽ കുത്തി നമ്മുടെ തന്തൂരിയിൽ അടുപ്പിൽ നമുക്ക് സ്ക്യൂവറിൽ കുത്തിയിട്ട് ചെയ്യേണ്ട സംഭവമാണ്. നമ്മളിപ്പോൾ അതിന് സൗകര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ പാനിലിട്ട് അല്പം ഗ്രില്ല് ചെയ്തെടുക്കുകയാണ്. ഗ്രേവി കിടന്ന് കുക്കാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു 3/4 ഭാഗമാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. അത് അത്യാവശ്യം ഒരു 80% നമ്മൾ കുക്കാക്കി എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്നിട്ട് ഏറ്റവും അവസാനമാണ് അതിലേക്ക് നമ്മൾ നേരത്തെ മസാല ഇട്ടാണ് മാറ്റി വെച്ചിട്ടുള്ള ക്യാപ്സിക്കം നമ്മൾ ഇപ്പോഴാണ് ഇട്ട് കൊടുക്കുന്നത്. അത് കൂടുതൽ കരിയേണ്ട ആവശ്യമില്ല. നല്ല ഭംഗിയിൽ കിടക്കാൻ വേണ്ടി നമ്മളത് ഏറ്റവും അവസാനമാണ് ഇട്ട് കൊടുക്കുന്നത്. ചിക്കൻ കുക്കായതിന് ശേഷം നമ്മൾ വീണ്ടും ക്യാപ്സിക്കം ഒക്കെ ഇട്ട് നല്ല രീതിയിൽ ഇതിനെ കുക്ക് ചെയ്ത് മാറ്റാണ്. അല്പം കൂടി ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഇനി നമ്മളിതിൻ്റെ മക്കിനി ഗ്രേവി തയ്യാറാക്കാനാണ്. ചിക്കൻ ടിക്കയുടെ മസാല തയ്യാറാക്കാനാണ്. അതിനൊക്കെ ആദ്യം ഹോളായിട്ടുള്ള ഗരം മസാല, ഒരു 3 ഏലക്കായ, ഒരു ചെറിയ പീസ് ഗ്രാമ്പു, പട്ട, പിന്നെ കുരുമുളക്, മസാല സോട്ട് ചെയ്യാനായിട്ട് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചിയും, 1 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളിയും, സവാള ഇപ്പോൾ നമ്മൾ 2 സവാള സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ പേസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഇത്രയും വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. 1/4 ടേബിൾ സ്പൂൺ ഉപ്പ്, ഒരു ഇത്തിരി ബ്രൗൺ കളറായി വരുമ്പോൾ അതിലേക്ക് തക്കാളി, ഒരു 2 തക്കാളി കൂടി നമ്മൾ സ്ലൈസ് ചെയ്തിട്ട് കൊടുത്തു. നമ്മൾ ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മീഡിയം കുക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ആദ്യം ഇപ്പോൾ നമ്മൾ തക്കാളി നല്ല രീതിയിൽ കുക്കായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ മസാല ഇട്ട് കൊടുക്കുകയാണ്. 1/4 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി. ഇത്രയാണ് നമ്മൾ ചേർക്കുന്ന മസാല. അത് നമ്മൾ നല്ല രീതിയിൽ മിക്സായി അതിലേക്ക് നമ്മൾ അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തു. നല്ല രീതിയിൽ നമ്മൾ മിക്സ് ചെയ്യണം. നമ്മുടെ മസാലകളെല്ലാം റെഡിയായി. ഇനി നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്യാനായിട്ട് ആദ്യം തന്നെ നല്ല രീതിയിൽ ഫൈൻ പേസ്റ്റ് ചെയ്യാണ്. അല്പം ബട്ടർ ഇട്ടിട്ട് നമ്മൾ ഫൈൻ പേസ്റ്റ് ചെയ്ത ഗ്രേവി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അല്പം വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളതിനെ നല്ല രീതിയിൽ തിളപ്പിക്കുകയാണ്. നമ്മൾ വളരെ സ്ലോ ഫയറിൽ വേണം തിളപ്പിക്കാനായിട്ട്. അത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുത്ത് അടി പിടിക്കാതെ ഒരു 20 മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഒന്നുകൂടി നല്ല സ്ട്രോങ് ആയിട്ട് നമ്മൾ എന്തായാലും ചെയ്യേണ്ടതാണ്. അത് നല്ലൊരു സ്ട്രോങ് മസാലയായിട്ട് എടുക്കാനായിട്ട് നമ്മളൊരു പാനിലേക്ക് അല്പം വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. അതിലേക്ക് അല്പം ഇഞ്ചി ഇട്ട് കൊടുത്തു. വളരെ ചെറിയ പീസ് സവാള ചോപ്പ് ചെയ്തിട്ട് കൊടുത്തു. നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് നമ്മുടെ മസാല സോട്ടായി കരിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടി മാത്രം നമ്മൾ ഇട്ട് കൊടുക്കുന്ന മസാലയാണ്. ഒരു ചെറിയ പീസ് തക്കാളി ഇട്ട് കൊടുത്ത് ഫൈൻ ചോപ്പായിട്ട് കട്ട് ചെയ്തിട്ട് തക്കാളി കൂടി ഇട്ട് നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ഒത്തിരി സോട്ടായിട്ട് വരുമ്പോൾ നമ്മൾ അതിലേക്ക് മസാല ചേർക്കണം. അതിലേക്ക് 1/4 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൊടി, ഒരല്പം മഞ്ഞൾപ്പൊടി, നമ്മുടെ മസാല ഇട്ട് നല്ലോണം സോട്ടായതിനു ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഗ്രേവി. അതിൽ നമ്മൾ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നില്ല. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രമാണ് നമ്മളിപ്പോൾ ജസ്റ്റ് ഇട്ട് കൊടുക്കുന്നുള്ളൂ. അത് ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കാണ്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ജസ്റ്റ് സവാള സോട്ട് ചെയ്തിട്ടത്. അതിലേക്ക് നമ്മൾ നേരത്തെ ഗ്രില്ല് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ കൂടി ഇട്ട് കൊടുക്കുകയാണ്. അത് നമ്മൾ ചിക്കനും ഒരു 80% കുക്കായ ചിക്കനാണ്. അത് നമ്മുടെ ഗ്രേവി കിടന്ന് നല്ല രീതിയിൽ വെന്ത് വരുന്നതിന് ശേഷമാണ് നമ്മൾ അടപ്പ് വെച്ച് അടയ്ക്കുകയാണ്. ഇതിനൊരു 10 മിനിറ്റോളം നമ്മൾ കുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല ഫൈനായിട്ട് ചിക്കനെല്ലാം കുക്കായി നമ്മുടെ ഗ്രേവി എല്ലാം ചിക്കനെല്ലാം പിടിച്ച് നല്ല ടേസ്റ്റുള്ള നമ്മുടെ ചിക്കൻ ടിക്ക മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അല്പം പശുവും പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഒരു കളറിനെല്ലാം കറക്റ്റായിട്ട് കിട്ടാനും നല്ല ഇതായിട്ട് വരാനായിട്ട് നമ്മൾ പശുവും പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് അല്പം ക്രീം ഒഴിച്ചു കൊടുത്തു. ഫ്രഷ് ക്രീം നമ്മൾ ഒഴിച്ചു കൊടുത്തു. ഇനി അതിൻ്റെ ഗാർണിഷായിട്ട് മല്ലിയില ഇട്ട് കൊടുത്തു. അല്പം ജീരകത്തിൻ്റെ പൊടി,
അല്പം കുരുമുളക് പൊടി, അല്പം ഗരം മസാല. ഇത്രയാണ് നമ്മൾ ഇതിൻ്റെ ഒരു ഫ്ലേവറിന് വേണ്ടി ചേർക്കുന്നത്. ഗാർണിഷായിട്ട് നമ്മൾ ചെറിയ പീസ് തക്കാളി ഇട്ട് കൊടുത്തു. നല്ല രീതിയിൽ നമ്മൾ മിക്സ് ചെയ്യാണ്. ഇതിലേക്ക് അല്പം ടൊമാറ്റോ സോസ്, ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല എരിവും നല്ല സ്വീറ്റും ആയിട്ട് നമ്മുടെ ശരിക്കും ചിക്കൻ ടിക്ക മസാല ഇരിക്കുക. ഇതിലേക്ക് അല്പം കൂടി ഗീ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതിനെ ഫിനിഷ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്തിരിക്കുന്നത് ചിക്കൻ പാനിലിട്ടാണ് ഗ്രില്ല് ചെയ്തിരിക്കുന്നത്. ഇത് ശരിക്കും തന്തൂരിൽ നമുക്ക് കമ്പിയിൽ കുത്തി നമുക്ക് ജസ്റ്റ് അതിൻ്റെ ആ ഒരു ഇതിലാവട്ടെ കനലിൽ വേവേണ്ട ഒരു ചിക്കനാണ് ശരിക്കും ഇത്. ഇപ്പോൾ നമുക്ക് അതിന് സൗകര്യമില്ലാത്ത നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നതുകൊണ്ട് നമ്മളത് പാനിലാണ് ജസ്റ്റ് ഗ്രില്ല് ചെയ്തത്. 80% കുക്കാക്കി എടുത്തിട്ട് നമ്മുടെ ഗ്രേവി തന്നെയാണ് സംഭവം റെഡിയാക്കി ഇരിക്കുന്നത്. ചിക്കൻ തന്നെ നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. ഇതിൻ്റെ ചിക്കൻ ശരിക്കും മസാല പിടിച്ചിട്ട് നല്ല ടേസ്റ്റുള്ള ഐറ്റമാണ് അത്.